നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ജനുവരി 24 ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർതം. ചന്ദ്രൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 3-ാം ഭാവത്തിലാണ് ഇവർക്ക് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം 3-ൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ദേഹത്തിന് സുഖം, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആലസ്യമോ മറ്റെന്തെങ്കിലും ശാരീരിക അവശതയോ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നൊരു മാറ്റം വരുന്ന ദിവസമാണ്. കൂടുതൽ ഉത്സാഹത്തോടുകൂടി, മാനസിക ശക്തിയോടുകൂടി, ശാരീരിക ശക്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ പ്രവർത്തന സുഖം, സാമ്പത്തിക നേട്ടം, മറ്റ് ബന്ധുമിത്രാദികളുമായി നല്ല രീതിയിൽ സഹവസിക്കാനുള്ള അവസരം, പൊതുവെ എല്ലാം കൊണ്ടും ഐശ്വര്യപരമായ ദിവസമാണ് മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര അടങ്ങുന്നതാണ് ഇടവം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. സ്വന്തം വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ് പ്രധാന വിശേഷം. പക്ഷേ ധനപരമായി ഇവർക്ക് ഗുണമാണ്. സഹോദരങ്ങളിൽ നിന്നോ മാതാവിൽ നിന്നോ ഒക്കെ ഇവർക്ക് പണം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്നും സാമ്പത്തിക സഹായമോ സാമ്പത്തികമായ വേതനമോ നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ കൊണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും ചിലപ്പോൾ മാനസിക വിഷമം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അത് പൊതുവെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, ദേഹത്തിന് സുഖം, അതായത് ശാരീരികമായി നല്ല ഉല്ലാസവും ഉന്മേഷവും തോന്നുന്ന ദിവസമാണിന്ന്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏകാഗ്രത ഇവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മമേഖല കൂടുതൽ പ്രകാശമാനമാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണകരം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ കാര്യം ആദ്യം പരിഗണിക്കണം. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് 12-ൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതുകൊണ്ടും സാമ്പത്തികമായ ദുരുപയോഗങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അധിക ചെലവ് കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് തലകുനിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. തൻ്റെ സാമ്പത്തിക ഭദ്രത മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ ശ്രമിക്കുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ടമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാനോ അവരുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനങ്ങളോ നല്ല നിമിഷങ്ങളോ പങ്കിടുവാനോ സാധിക്കുന്നൊരു ദിവസമാണെന്ന്. പൊതുവെ ഗുണകരമെന്ന് തന്നെ പറയാം. തൊടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിജയം ഇന്ന് ഉണ്ടായേക്കും. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ടോ പുതിയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണമാണ്. സാമ്പത്തിക നേട്ടവും ഉണ്ട്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഒട്ടുമിക്ക പ്രവർത്തനങ്ങളിലും ഇവർക്ക് തടസ്സവും ഭാഗ്യഹീനവും സമ്മാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ചും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നന്നായി ഇവർക്ക് അതിനെ ഉപയുക്തമാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സാമ്പത്തികമായിട്ട് ഗുണമായിട്ടാണ് കാണുന്നത്. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇന്ന് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ചും രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ മറ്റെന്തെങ്കിലും മാനസിക വിഷമമോ ഉണ്ടാകാം. അതുകൊണ്ട് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഇന്ന് ചിലപ്പോൾ അവധിയെടുക്കേണ്ടതായി വന്നേക്കാം. അതല്ലെങ്കിൽ അവിടെ പങ്കാളിയാവാൻ സാധിക്കാതെ വന്നേക്കാം. സാമ്പത്തികമായിട്ട് ചെറിയ ഒരു വൈഷമ്യം ഇന്ന് അനുഭവിക്കപ്പെടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ യാത്ര മാറ്റിവെക്കേണ്ടതായിട്ടും കാണുന്നു. എന്നാൽ ഉപരിപഠനത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ ഇവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കോ തന്നെ അനുകൂലമായ അനുഭവം കാണുന്നുമുണ്ട്.
വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി സാമ്പത്തികമായ നേട്ടം ഇന്നിവർക്കുണ്ടാകുമെങ്കിലും പ്രവർത്തനങ്ങളിൽ എന്തോ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ സൈനസൈറ്റിസിൻ്റെ അസുഖമുള്ളവർക്കോ കഫപ്രകൃതിയുള്ളവർക്കോ ഒക്കെ ഇന്നത്തെ ദിവസം അനാരോഗ്യത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സർവാഭീഷ്ടമായ അനുഗ്രഹമാണ് ഇന്നിവർക്ക് കൊടുക്കുന്നത്. തങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുമായി ഇന്നിവർക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയോ അല്ലെങ്കിൽ പ്രണയാർത്ഥികൾക്ക് ഇന്ന് തങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ അനുകൂലമായി വരികയോ ചെയ്യാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ ഭിന്നിച്ചു നിന്ന ദമ്പതികൾ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം കൂടുതൽ അടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ വളരെ ഗുണകരമായ ഒരു അവസ്ഥയാണ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ചും 4ലെ വ്യാഴമൊക്കെ ഇവർക്ക് അല്പം സാമ്പത്തിക നേട്ടം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കടബാധ്യതയിൽ നിന്ന് മോചനം, തങ്ങൾ ഏതെങ്കിലും തരത്തിൽ വായ്പയായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ പണം ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണിന്ന്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് ചെറിയ തടസ്സം കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിലെങ്കിലും ഇന്ന് ഗുണമുണ്ടാകുന്ന ഒരു ദിവസമായി കാണുന്നു. സന്താനങ്ങൾക്ക് നേരിയ തോതിൽ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, അതൊരു പക്ഷേ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആശ്രിതരോ ആവാം, അവർക്കും ശാരീരികമായ ചില അവശതകൾ കാണുന്നുണ്ട്. എന്നാൽ ഭാഗ്യം മാത്രമാണ് ഇന്ന് അനുകൂലമായിട്ട് ഇവർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തടസ്സങ്ങളോ ശാരീരികമായ അവശതയോ മാനസിക വിഷമമോ ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതാണ് ഒരു സത്യം. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒട്ടും പിന്നിലുമല്ല. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇന്ന് ഇവർക്ക് മാതാവിന് ചെറിയ അവശത ഉണ്ടായേക്കാമെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ടോ യാത്രയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില പുതിയ തീരുമാനങ്ങൾ കൈവരുന്നതാണ്. വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് പുനരാവിഷ്കാരത്തിനോ മറ്റു വീട് വാങ്ങാനോ വീടില്ലാത്തവർക്ക് പുതിയ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതിനോ ഒക്കെയുള്ള ദിവസമായിട്ട് തോന്നുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഇന്നൊരു ആരംഭത്തിൻ്റെ ദിവസമാകാം. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിൽ നിന്നും തങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ സാമ്പത്തിക നേട്ടം കാണുന്നു. പൊതുവെ സൗഹാർദ്ദത്തിൻ്റെയും ആളുകളുമായി ഇടപെടുന്നതിൽ ഗുണം കിട്ടുന്നതിൻ്റെയും ദിവസമാണ് ഇന്ന് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണ്ണമായൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.